ഹലോ നമസ്കാരം, വെൽക്കം ടു ഇച്ചാസ് ക്രിയേഷൻസ്. കുട്ടികൾക്ക് പെട്ടെന്നൊരു വോമിറ്റിംഗ് വന്നാൽ ഏതൊരു മാതാപിതാക്കളും ഒന്ന് പരിഭ്രമിക്കും. അത് സ്വാഭാവികമാണ്. എന്നാൽ മിക്കപ്പോഴും ഇത് വീട്ടിൽ തന്നെ ശരിയാക്കുന്ന ഒരു ചെറിയ ഇൻഫെക്ഷൻ മാത്രമായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് വോമിറ്റിംഗ് ഉണ്ടാകുമ്പോൾ വീട്ടിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എപ്പോഴാണ് ഒരു ഡോക്ടറെ നിർബന്ധമായും കാണേണ്ടതെന്നും നമുക്ക് നോക്കാം. കുട്ടി വോമിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാലുടൻ ആഹാരമോ വെള്ളമോ ബലമായി കൊടുക്കാൻ ശ്രമിക്കരുത്. ഇത് വീണ്ടും വോമിറ്റിംഗ് ഉണ്ടാക്കാൻ കാരണമാകും. പകരം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വയറിന് വിശ്രമം നൽകണം. വോമിറ്റിംഗ് കഴിഞ്ഞു ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ കുട്ടികൾക്ക് ഒന്നും നൽകാതെ വയറിന് വിശ്രമം നൽകുക. ORS ലായനി 1 മണിക്കൂറിന് ശേഷം കുറഞ്ഞ അളവിൽ ORS ലായനി നൽകി തുടങ്ങാം. 1 സ്പൂൺ വീതം ഓരോ 5 മിനിറ്റിലും നൽകുക. കുട്ടി അത് ഇറക്കുന്നുണ്ടെങ്കിൽ മാത്രം അളവ് സാവധാനം കൂട്ടുക. ഭക്ഷണം വോമിറ്റിംഗ് കുറഞ്ഞാൽ മാത്രം കഞ്ഞിവെള്ളം, ഇഡ്ഡലി അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയത് പോലുള്ള ലഘുവായ ഭക്ഷണങ്ങൾ നൽകാം. ഇനി എപ്പോഴാണ് നമുക്ക് നിർബന്ധമായും ഒരു ഡോക്ടറെ കാണേണ്ടതെന്ന് നമുക്ക് നോക്കാം. എല്ലാ വോമിറ്റിംഗ് പ്രശ്നങ്ങളും വീട്ടിൽ ചികിത്സിക്കാൻ കഴിയില്ല. താഴെ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കണം. 1. ഡീഹൈഡ്രേഷൻ. കുട്ടി 6 മുതൽ 8 മണിക്കൂറായി മൂത്രം ഒഴിക്കുന്നില്ലെങ്കിലോ വായ വല്ലാതെ ഉണങ്ങിയിരിക്കുകയാണെങ്കിലോ കരയുമ്പോൾ കണ്ണുനീർ വരുന്നില്ലെങ്കിലോ ശ്രദ്ധിക്കാം. ഇത് ഡീഹൈഡ്രേഷൻ്റെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെയുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ നമ്മൾ വൈദ്യസഹായം തേടുക. വോമിറ്റിങ്ങിൻ്റെ നിറം പച്ച നിറത്തിലോ അല്ലെങ്കിൽ രക്തം കലർന്ന നിറത്തിലോ ആണ് കുട്ടി വോമിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒട്ടും വൈകരുത്. ഇതും ഒരു റെഡ് ഫ്ലാഗ് ആണ്. അമിതമായ ക്ഷീണം. കുട്ടിക്ക് എഴുന്നേൽക്കാൻ വയ്യാത്തത്ര ക്ഷീണമോ അമിതമായ ഉറക്കമോ ഉണ്ടെങ്കിൽ അത് നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത്. പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കാം. കഠിനമായ വയറുവേദന. സാധാരണ വോമിറ്റിംഗ് എന്നതിലുപരിയായി കുട്ടി വയറുവേദന കൊണ്ട് പുളയുകയാണെങ്കിൽ അത് അത്യാവശ്യമായിട്ടും അതും ഹോസ്പിറ്റലിൽ കാണിക്കണം. പിന്നെ കൂടാതെ നിൽക്കാത്ത പനി. വോമിറ്റിങ്ങിനോടൊപ്പം തന്നെ കഠിനമായ പനിയുണ്ടെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറുടെ ഹെൽപ്പ് തേടേണ്ടതാണ്. മിക്കവാറും വോമിറ്റിംഗ് പ്രശ്നങ്ങൾ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ മാറിപ്പോകാറുണ്ട്. കുട്ടിയുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള ആരോഗ്യ സംബന്ധമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നന്ദി. താങ്ക് യു.